ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സാഹസികമായിട്ട് ജയിൽ ചാടുന്ന പല സിനിമാ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഈ ജയിൽ ചാടുന്ന സിനിമ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ജയിലിന് മതിലില്ല, കാവൽക്കാരില്ല, ആരുമില്ല. എന്നാലും ഈ ജയിലിൽ നിന്നും ആരും പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കില്ല. കാരണം എന്താണ്? റഷ്യയിലെ സൈബീരിയൻ വനങ്ങൾ, അവിടുത്തെ ആ ഒരു മരുഭൂമിയെക്കുറിച്ച്, അതായത് മഞ്ഞ് മരുഭൂമിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ നടുവിലാണ് ഈ ഒരു ജയിലുള്ളത്. അവിടുന്ന് ഒരുത്തൻ രക്ഷപ്പെടാൻ നോക്കിയാൽ ആ മഞ്ഞിൽപ്പെട്ട് മരവിച്ച് മരിക്കല്ലാതെ രക്ഷപ്പെട്ടു പോവില്ല. ഇത്രയും കഠിനമായിട്ടുള്ള ആ ഒരു ജയിലിൽ നിന്നാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ക്ലെമൻ രക്ഷപ്പെടാൻ പോകുന്നത്. മാത്രമല്ല, രക്ഷപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ പല സിനിമയിലും നമ്മൾ കാണാറില്ല. ജസ്റ്റ് രക്ഷപ്പെടുന്നു, അവിടെ സിനിമ തീരും. പക്ഷേ ഈ സിനിമ ശരിക്കും ആരംഭിക്കുന്നത് തന്നെ ആ ജയിലിൽ നിന്നും അവൻ രക്ഷപ്പെട്ടതിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അതിജീവിക്കാനായിട്ട് അവൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. മാത്രമല്ല, അവന്റെ പിന്നാലെ തന്നെ അവനെ പൂട്ടിയിട്ട റഷ്യൻ പട്ടാളക്കാരുണ്ട്, പ്രധാനമായിട്ടും ജനറൽ കെമനോവ്. ഇവനെ പിടിച്ചേ അടങ്ങുന്നുള്ള വാശിയിലാണ് കെമനോവ്. എന്ന് ഒരിക്കലും പിടികൊടുക്കില്ല. തന്റെ ഭാര്യയും മകളെ വീണ്ടും കാണണം, അവരുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആ ഒരു ആശ അവന്റെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ സകലമാന റിസ്ക് എടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ അതിജീവന യാത്ര, അതാണ് ഈ സിനിമ. പിന്നെ ഇത് വെറൊരു സിനിമയൊന്നും അല്ല കേട്ടോ, യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു മൈൻഡിൽ നിങ്ങൾ ഈ ഒരു കഥ കേട്ടു നോക്ക്, അപ്പം മനസ്സിലാവും. ഒരു കിടിലൻ കഥ. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ 1944 ഓഗസ്റ്റില് ജർമ്മനിയിലെ ബേയൻ നഗരത്തിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ടേക്ക് ഈ യുദ്ധത്തിന് പോകാനായിട്ട് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ വരുന്നുണ്ട്. അയാളുടെ പേര് ക്ലെമൻ എന്നാണ്. കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള കാതറിനും മകളായിട്ടുള്ള ലൈസനും ഉണ്ട്. അങ്ങനെ യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന ക്ലെമനോട് ഭാര്യ ആ കാര്യം പറയാണ്, നിങ്ങൾ രണ്ടാമതും ഒരു അച്ഛനാൻ വേണ്ടി പോവാണ്. ഇവിടെ വെച്ചാണ് തന്റെ ഭാര്യ രണ്ടാമതും ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ള വിവരം ക്ലെമൻ അറിയുന്നത്. അവന് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ പോയിട്ട് അധികം വൈകാതെ വരുന്നു പറഞ്ഞിട്ട് ക്ലെമൻ പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മകളായിട്ടുള്ള ലൈസൻ, അച്ഛൻ വരുമ്പോൾ ഒരു പോസ്റ്റൽ കാർഡ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ക്രിസ്മസ് ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തുന്നു പറഞ്ഞിട്ട് കുടുംബത്തോട് യാത്ര പറഞ്ഞ് ക്ലെമൻ ഇവിടുന്ന് പോവുകയാണ്. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ക്ലെമനെ കാണിക്കുന്നത്. റഷ്യയിലെ പട്ടാളവുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റുപോയിട്ട് ക്ലെമൻ ഇപ്പൊ അവിടുത്തെ തടവുപുള്ളിയാണ്. മാത്രമല്ല, 1945 ജൂണിന് 25 വർഷത്തേക്ക് റഷ്യൻ ഗവൺമെന്റ് അവന് തടവ് ശിക്ഷ വിധിക്കുകയാണ്. ആ വിധി കേട്ട് ക്ലെമൻ ആകെ തകർന്നു പോവാണ്. അവൻ മാത്രമല്ല, അവന്റെ കൂടെയുള്ള പട്ടാളക്കാരെയും ഇതുപോലെ ശിക്ഷ വിധിച്ച് അവരെ നേരെ സൈബീരിയയിലുള്ള ഒരു റിമോട്ടഡ് ആയിട്ടുള്ള ജയിലിലേക്ക് പറഞ്ഞയക്കാണ്. കൊണ്ടുപോകുന്നത് ഒരു ട്രെയിനിലാണ്. ഏതൊക്കെ രീതിയിൽ മനുഷ്യത്വമില്ലാതെ മനുഷ്യരതിൽ കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് മര്യാദക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല, ഇതിന്റെ പുറമെ കൊടൂരമായിട്ടുള്ള തണുപ്പും. ഈ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് ട്രെയിനിന്റെ പല ഭാഗത്ത് വിറക് വെച്ച് ഹീറ്റ് ചെയ്യുന്ന ചില അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലും ഇവർക്ക് കൊടുത്തിട്ടില്ല. എല്ലാവരും അടിങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ക്ലെമൻ അവന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കത്തിച്ചുകൊണ്ട് ഒരിച്ചിരി ചൂടെടുക്കാൻ നോക്കുകയാണ്. ഈ സമയത്താണ് ഇവരുടെ കൂട്ടത്തിലെ ഒരാള് ഓൾറെഡി തണുത്ത് മരവിച്ച് മരിച്ചു പോയി കിടക്കുന്നത് ഇവർ കാണുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഇതിപ്പോ ഒക്ടോബർ മാസമായിട്ടുണ്ട്. ക്ലെമന്റെ കുഞ്ഞായിട്ടുള്ള ലൈസനെ കാണിക്കുകയാണ്. അവളുടെ കയ്യിൽ ഇപ്പോൾ പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടേ കൊടുത്തു. ആ കത്തുമായിട്ട് ചർച്ചിലുണ്ടായിരുന്ന അമ്മ കാതറിന്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെല്ലുകയാണ്. നോക്കുമ്പോൾ എന്താണ്, കാതറിന്റെ ഭർത്താവ് ക്ലെമനെ കാണാതായിട്ട് അവനെ കുറിച്ച് അന്വേഷിച്ച് ഒരു കത്തൊക്കെ എഴുതിയായിരുന്നു. എന്നാൽ ഈ ക്ലെമൻ എവിടെയാണെന്ന് പട്ടാളക്കാർക്ക് പോലും അറിയില്ല. സോ കാതറിൻ ആകെ നിരാശയിലാവുകയാണ്. അതുപോലെ തന്നെ ലൈസൻ അവിടെ ഉണ്ടായിരുന്ന ആ മാതാവിന്റെ ശില്പത്തെ നോക്കിയിട്ട്, ഈ ക്രിസ്മസിനെങ്കിലും എന്റെ അച്ഛനെ ഒന്നിങ്ങോട്ട് കൊണ്ടുതരണേ, വളരെ നിഷ്കളങ്കമായിട്ട് ആ ഒരു കുഞ്ഞവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ക്ലെമനെയും ബാക്കിയുള്ള പട്ടാളക്കാരെയും കൊണ്ടുപോകുന്ന ആ ഒരു ട്രെയിൻ കാണിക്കുകയാണ്. ഇവർക്ക് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. കാരണം കുറെ ദിവസമായിട്ട് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. റഷ്യ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള നാടാണ്. അവിടെ തന്നെ ഭൂരിഭാഗ പ്രദേശങ്ങളും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഐസ് മൂടിക്കെടുക്കുകയാണ്. സൈബീരിയൻ വനങ്ങൾ, ഇതൊക്കെയാണ് അവിടെ ഭൂരിഭാഗമായിട്ടുള്ളത്. സോ അങ്ങനെയുള്ള സൈബീരിയൻ വനത്തിന്റെ ഉള്ളിൽ ഏതോ ഒരു ജയിലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് ഒന്ന് സ്റ്റോപ്പ് ആവുകയാണ്. മാത്രമല്ല, എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 4 കഷ്ണം വിറകും അതുപോലെ ഒരിച്ചിരി ഭക്ഷണവും കൊടുക്കുകയാണ്. ഈ വിറക് എന്തിനാന്ന് വെച്ചാൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ വിറകുകൾ. അത് ചൂടാക്കി അതിന്റെ ആ ഒരു ചൂടെടുക്കാമല്ലോ. ഇതിനുശേഷം വീണ്ടും ആ ഒരു ട്രെയിൻ പുറപ്പെടുകയാണ്. അതായത് എത്രയോ ദൂരത്തേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ക്ലെമന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചെറിയൊരു ചെറുപ്പക്കാരനാ. ഇവന്റെ കയ്യിൽ അവന്റെ അമ്മ കൊടുത്തൊരു കത്തുണ്ടായിരുന്നു. അവനത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ ക്ലെമൻ പറയാണ്, ബാക്കിയുള്ള ആരും കാണേണ്ടത്, കാരണം നിനക്ക് തന്നെ അത് പ്രശ്നമാവും. എന്തായാലും ഇവർക്ക് പോവേണ്ട ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ട്രെയിൻ വന്ന് നിൽക്കുകയാണ്. ഇതിന്റെ പുറത്തേക്ക് എല്ലാവരും ഇറങ്ങുകയാണ്. ഇറങ്ങിയ അതേ സമയത്ത് തന്നെ ഇവര് നിലത്തുണ്ടായിരുന്ന ഐസ് കട്ടകളുണ്ടല്ലോ, ഇത് വാരി തിന്നാൻ തുടങ്ങുകയാണ്. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. എന്നാൽ ഇതിന് പോലും അവിടെ ഉണ്ടായിരുന്ന റഷ്യൻ പട്ടാളക്കാർ സമ്മതിക്കാതെ അവരെ അടിച്ച് അവിടെ ലൈനായിട്ട് നിർത്തുകയാണ്. പിന്നീട് അവരോട് നടക്കാൻ പറയുന്നുണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് നടന്നു പോകണം, എന്നാലേ ആ ഒരു ജയിലിലേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ചില ആൾക്കാർ വിശപ്പും അതുപോലെ തന്നെ ഈ തണുപ്പും കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട്. അവരൊന്നും മൈൻഡ് ആക്കില്ല. ചില ആൾക്കാരൊക്കെ ടയേർഡായിട്ട് വീഴുമ്പോൾ അടിച്ചെണീപ്പിച്ചിട്ട് അവരെ കൊണ്ട് നടത്തിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം നടന്ന് അവസാനം അവർ ആ ഒരു ജയിലിന് അരികിലേക്ക് എത്തുകയാണ്. ഒരുപാട് വലിയ മതിൽക്കെട്ടോ കാര്യങ്ങളൊന്നും ഈ ജയിലിനില്ല. കാരണം ഇവിടുന്ന്
ആർക്കും അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മതിലിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇവരെത്തിയ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 1945 ഡിസംബർ മാസത്തിലാണ്. അതായത് മകളോട് എപ്പോഴാണോ തിരിച്ചു വരിക എന്ന് പറഞ്ഞ ആ സമയത്ത് ഇവനിപ്പോ ജയിലിലാണുള്ളത്. പിന്നീട് ഈ ജയിലിന്റെ ജയിലർ ആയിട്ടുള്ള ജനറൽ കെമനോവിനെ കാണിക്കുകയാണ്. സീനിയർ ആയിട്ടുള്ള മറ്റൊരു പട്ടാളക്കാരനാണ് ഈ ജയിലിന്റെ ചുമതല കെമനോവിന് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഈ ജയിൽ പുള്ളികളെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണിക്കുകയാണ്, ഡോക്ടർ സ്റ്റഫർ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന തടവ് പുള്ളികളെ ഇയാൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ലേഡി ഡോക്ടറും ഉണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ജനറൽ കെമനോവ് പറയണം, ആ മതി മതി, പുതിയ ടീം വന്നിട്ടുണ്ട്, അവർ പോയിട്ട് നോക്കിയെന്ന് പറയണം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വന്നു. ജനറൽ കെമനോവ് വന്ന സമയത്ത് തന്നെ എല്ലാവരോടും ലൈനായി നിന്നിട്ട് കൗണ്ട് ചെയ്യാൻ പറയണം. അതായത് ഓരോരുത്തരും 1, 2, 3 എന്നിട്ട് ഹാജരൊക്കെ വിളിക്കില്ലേ, അതുപോലെ പറയാം. ഈ സമയത്ത് നമ്മുടെ ഹീറോ ക്ലെമൻ ഉണ്ടല്ലോ ചുറ്റും നോക്കുകയാണ്. ഇതൊരു ജയിൽ തന്നെയാണോ? കാരണം ഇവിടെ ഒരു മതിലില്ല. ജയിൽ പുള്ളികളെ നിരീക്ഷിക്കാനായിട്ട് വാച്ച് ടവറുകൾ, അതായത് നല്ല ഹൈറ്റിൽ ടവർ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഗണ്ണുമായിട്ട് ആൾക്കാരെ നിർത്തും. അതുപോലെ കാവൽക്കാരില്ല. ഇത് കാണുമ്പോൾ ഒരു ജയിലായിട്ട് തന്നെ തോന്നുന്നില്ല. അതായത് ഒരിക്കലും ഇവിടെ നിന്നും ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാനാ? നമ്മൾ ഈ മരുഭൂമിയൊക്കെ കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ആ മരുഭൂമിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു മരുഭൂമിയാണ് സൈബീരിയൻ വനങ്ങളും. അവിടെയുള്ള ആ മഞ്ഞ് പ്രദേശവും ഒരുപാട് കിലോമീറ്ററിലായിട്ട് മഞ്ഞല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോയാൽ ഈ മഞ്ഞിൽ കൂടെ നടന്ന് ഓടി സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും ഇപ്പൊ ലൈനായിട്ട് ഓരോരുത്തരെ അവിടെ നിർത്തിയിട്ടില്ലേ. ഈ തണുപ്പും ക്ഷീണവും കാരണം ഒരാൾ അവിടെ തല കറങ്ങി വീഴാണ്. അടുത്ത നിമിഷം തന്നെ അയാളെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. കാരണം ആരോഗ്യമില്ലാത്ത ആൾക്കാരെ നോക്കേണ്ട ഒരു ആവശ്യം ഇവർക്കില്ല. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഡോക്ടർ സ്റ്റഫർ വരികയാണ്. ഇദ്ദേഹം ഇവരെ പോലെ തന്നെ ഒരു തടവ് പുള്ളിയാണ്. എന്നാൽ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു പരിഗണനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഇവിടെ വെച്ച് മരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് വേണ്ടി ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ മരിച്ചു വീഴുന്ന ആൾക്കാരുടെ ആ ഒരു ശരീരത്തോട് പോലും ഒരു ബഹുമാനം കാണിക്കുന്നില്ല. ഈ യുദ്ധസമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലൊക്കെ തന്നെയാണ്. എന്തായാലും ആ ഒരു തണുപ്പത്ത് ഇവർ കുറെ നേരം നിർത്തുന്നുണ്ട്. പിന്നീട് ഓരോരുത്തരുടെ ശരീരവും നന്നായിട്ട് പരിശോധിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ക്ലെമന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ചെറുപ്പക്കാരൻ പട്ടാളക്കാരനുണ്ടല്ലോ, ഇവൻ അവന്റെ അമ്മ കൊടുത്ത ആ ഒരു കത്ത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ആര് കാണുന്നുണ്ട്? കെമനോവ് കാണാണ്. എന്താടാ കയ്യിലെന്ന് ചോദിക്കുകയാണ്. വല്ല ആയുധവും ആയിരിക്കുമെന്ന് കരുതിയിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വേറൊരു കത്തായിരുന്നു. മാത്രമല്ല അവന്റെ അമ്മയുടെ കത്താണെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുന്നിൽ വെച്ച് തന്നെ അത് കീറിക്കളയാണ്. അവന്റെ ശരീരം മുഴുവനായിട്ടും വസ്ത്രമില്ലാതെ ആ ഒരു തണുപ്പത്ത് നിൽക്കാൻ വേണ്ടി പറയാണ്. വേറെ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പാവം ആ ഒരു തണുപ്പത്ത് ഒന്നുമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ക്ലെമൻ അവന്റെ കോട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ട, അങ്ങനെയുള്ള ഒരു സഹായം ഇവിടെ വേണ്ടെന്ന് പറയാണ്. ഇതിനുശേഷം ഇവരെല്ലാവരും കുളിക്കാനായിട്ട് ആ ഒരു ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് അയക്കാണ്. മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും മുടി വളരെ ഷോർട്ടായിട്ട് മുറിച്ചു കളയാണ്. ഇനി എന്തിനാണ് ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഖനികളിൽ പണിയെടുപ്പിക്കാൻ തന്നെ കൽക്കരി തോണ്ടുന്ന ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കല്ല് പൊട്ടിച്ചെടുക്കുക. ഇത് തന്നെയാണ് ഇവർക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കാതറിനെ നോക്കുകയാണെങ്കിൽ തന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് ഗവൺമെന്റ് വഴി പല ആൾക്കാരിലൂടെയും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ കുറിച്ചുള്ള യാതൊരു വിവരം കിട്ടുന്നില്ല. ഇപ്പൊ അവിടുത്തെ ഒരു ഓഫീസർ പറയണം, മോളെ നിന്റെ തെരച്ചിലിൽ നീ നിർത്തേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഒരു വിവരം എപ്പോഴെങ്കിലും കിട്ടുന്നു പറയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ 1949 ഏകദേശം ഒരു 4-5 വർഷം കടന്നു പോയിരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ക്ലെമനെ കാണിക്കുകയാണ്. അവന്റെ കൂടെ അന്ന് കൊണ്ടുവന്ന പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികൾ എല്ലാവരും എപ്പോഴും ഇതേ ജോലി തന്നെ, കൽക്കരി അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ തോണ്ടി പോകുന്ന സമയത്ത് തുരങ്കത്തിന്റെ പല ഭാഗവും ചില സമയത്ത് തകർന്നു വീഴും. അങ്ങനെ ഇപ്പൊ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. അതിൽ ക്ലെമന്റെ കുറച്ച് ആൾക്കാർ പെട്ടുപോകുന്നുണ്ട്. രക്ഷപ്പെടുത്താനായിട്ട് അവരങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയെങ്കിലും കല്ല് വീണ് അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ക്ലെമൻ നിൽക്കുന്ന സമയത്ത് മറ്റൊരു ഓഫീസർ വന്നിട്ട് വിളിക്കുകയാണ്. വാ കെമനോവ് വിളിക്കുന്നുണ്ട്, നീ തന്നെ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നു പറയണം. അങ്ങനെ കെമനോവിന്റെ അടുത്തേക്ക് നമ്മുടെ ക്ലെമൻ ചെല്ലുകയാണ്. നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതിനൊന്നുമല്ല ഈ കെമനോവ് അവനെ വിളിപ്പിച്ചത്. അതായത് അവനെ കൊണ്ടുവരുമ്പോൾ അവനൊരു ബയോഡാറ്റ ഉണ്ടാവുമല്ലോ, അതിൽ ഇവനൊരു മെക്കാനിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തോ ഒരു ജനറേറ്റർ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കെമനോവ് ക്ലെമനെ വിളിപ്പിച്ചത്. ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്ലെമൻ അത് നന്നാക്കുന്ന സമയത്ത് അവിടെ വേറെ ആരെയും കാണുന്നില്ല. ഇത് തന്നെ രക്ഷപ്പെടാനുള്ള അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കൽക്കരി എല്ലാം കൊണ്ടുവന്ന ഒരു ചെറിയ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇവൻ അതിന്റെ ഒരു ബോയിലേക്ക് ചാടി കയറുകയാണ്. പയ്യെ താഴേക്ക് അത് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരാൾ ഒരു മരത്തടി വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ച നമ്മുടെ ക്ലെമനെ ഇവർ കയ്യോടെ പൊക്കുകയാണ് കേട്ടോ. ഇവന് കൊടുത്ത ശിക്ഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നവരെ ഒരു ചെറിയ കുഴിയിൽ കൊണ്ടുപോയിടും. അതിന്റെ മുകളിൽ ഒരു കമ്പി ഉണ്ടാവും. വെയിലും തണുപ്പും എല്ലാം സഹിച്ച് അതിന്റെ ഉള്ളിൽ അങ്ങനെ കിടക്കണം. കുറച്ച് ദിവസം അവനങ്ങ് ഇടുകയാണ്, നരകിപ്പിക്കുകയാണ് അവനെ. ഇപ്പൊ ജനറൽ കെമനോ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടേക്കാടായി രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്നത്? ചുറ്റും മരുഭൂമിയാണ്, ഐസ് മരുഭൂമി. ഇനിയിപ്പോ ഈ സൈബീരിയ വിട്ട് രക്ഷപ്പെട്ട് നീ അലാസ്കയുടെ ഭാഗത്തേക്ക് എത്തിയെന്ന് വിചാരിക്കാം. അവിടെ അമേരിക്കൻ പട്ടാളക്കാരുണ്ടാവും. ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ഡീലുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും ജയിൽ പുള്ളി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടനെ തന്നെ ഞങ്ങൾക്ക് കൈമാറും. പിന്നെ എന്തിനാടാ നീ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത്? അതായത് ഒരു കാരണവശാലും ഈ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു പോയാൽ തന്നെ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ക്ലെമന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസം അവൻ ആ ഒരു കുഴിയിൽ പൂട്ടിയിട്ട് ടോർച്ചർ ചെയ്ത് അവന് തുറന്നു വിടുകയാണ്. നേരെ അവന്റെ ആളുകളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി വിടുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാവരും അവനിങ്ങനെ തുറിച്ചു നോക്കുകയാണ്. പിന്നീട് റഷ്യൻ പട്ടാളക്കാർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും വന്നിട്ട് ഇവനെ എടുത്തിട്ട് അടിക്കുകയാണ്. പാവത്തിന് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് മതി
മതി ഇനി തല്ലണ്ട, അവൻ ചത്തുപോകുന്നു പറഞ്ഞിട്ട് ക്ലെമന് കിട്ടേണ്ട കുറച്ച് അടി അവന്റെ കൂട്ടുകാരൻ മേടിക്കുകയാണ്. അടി കൊണ്ട് ഏകദേശം മരിക്കാനായി കിടക്കുന്ന ഈ ക്ലെമന്റെ അടുത്തേക്ക് ഇപ്പൊ ഡോക്ടർ സ്റ്റഫർ വരികയാണ്. ഇപ്പൊ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ എന്തിനാണ് അവരെന്നെ തല്ലിയത്? ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ അവരോടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ പറയാണ്. പക്ഷേ നീ രക്ഷപ്പെടാൻ നോക്കിയതിന്റെ പേരിൽ ആ പാവങ്ങളെ 4 ദിവസം ഇവന്മാര് പട്ടിണി കിട്ടു. ആ ദേഷ്യമാണ് അവര് നിന്നോട് തീർത്തത്. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയതിന് ഞാൻ നിന്നെ കുറ്റം പറയില്ല, പക്ഷേ രക്ഷപ്പെടുകയാണെങ്കിൽ വ്യക്തമായ പദ്ധതിയും പ്ലാനിങ്ങും വേണമായിരുന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന കെമനോ പറയണം, ആ മതി ട്രീറ്റ്മെന്റ് ഒക്കെ വന്നോന്ന് പറയണം. ഇപ്പൊ ഡോക്ടർ പോകാൻ നിൽക്കുമ്പോൾ അയാളെ പിടിച്ചിട്ട് ക്ലെമൻ പറയാണ്, ഡോക്ടറെ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ? ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പെട്ടുകിടക്കുകയാണ് എന്നുള്ള കാര്യം എന്റെ കുടുംബം അറിയില്ല. എങ്ങനെയെങ്കിലും അവരെ ഈ ഒരു വിവരം അറിയിക്കോ ഡോക്ടർ? ഇപ്പൊ ഡോക്ടർ പറയാണ്, എങ്ങനെയാ മോനെ ഞാൻ ഈ കാര്യം അറിയിക്കണ്ടേ? നമ്മൾ ഇവിടുന്ന് ഒരു കത്ത് എഴുതിയാൽ തന്നെ അത് അവിടെ എത്തില്ല. ഇപ്പൊ ക്ലെമന് അവന്റെ ആ ഒരു ദയനീയ അവസ്ഥ ഓർത്ത് വിഷമിക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു. ഇതേ സമയത്ത് തന്നെ കാതറിനെ കാണിക്കുകയാണ്. അതിലൂടെ ഒരു പോസ്റ്റ്മാൻ പോവുകയാണെങ്കിൽ അപ്പൊ ഓടി ചെല്ലും. കാരണം ക്ലെമന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മറുപടി കിട്ടിയോ, അവൻ എന്തെങ്കിലും സംഭവിച്ചോ, അവനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമായിട്ട് ഈ പോസ്റ്റ്മാൻ വരുമോ എന്ന് അറിഞ്ഞിട്ടാണ്. എന്നാൽ ഡെയിലി കാതറിൻ ഇങ്ങനെ വന്ന് പോസ്റ്റ്മാന് വരെ മടുപ്പായി തുടങ്ങി. അതുപോലെ തന്നെ ക്ലെമന്റെ മകളുണ്ടല്ലോ ലെസൺ, അവൾ കുറച്ച് വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവളുടെ മുന്നിൽ ഇപ്പോൾ റഷ്യയുടെ വലിയൊരു മാപ്പ് ഉണ്ട്. ശരിക്കും അതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വിസ്തൃതിയുള്ള ഒരു നാടാണ് ഈ റഷ്യ എന്ന്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ക്ലെമനെ കാണിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് ഒരു കാര്യം പറയാണ്, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഈ ഒരു കൽക്കരി ഖനി ഉണ്ടല്ലോ, ഒരു പരിധിയിൽ കൂടുതൽ അവിടെ വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ലെഡ് പോയിസണിങ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. അതായത് അധികം നാൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോയിസണായി മരിക്കും എന്ന് പറയാണ്. ഇവിടെ വെച്ച് ക്ലെമന് വീണ്ടും രക്ഷപ്പെടാനുള്ള മോഹം തുടങ്ങുകയാണ്. കാരണം ഇവിടെ വെച്ച് ജീവിതം എന്തായാലും ഇല്ലാതാവും. ഇവന്മാരെന്തായാലും പണി അടുപ്പിച്ച് കൊല്ലിക്കും. അതിനും നല്ലത് രക്ഷപ്പെടാൻ നോക്കലല്ലേ. ഇനിയിപ്പോ അങ്ങനെ മരിച്ചു പോയാൽ അത് കുഴപ്പമില്ല എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധം കാണിക്കാൻ നിൽക്കരുത്. വ്യക്തമായ പദ്ധതി ഇത്തവണ നേടണം. രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ നല്ലൊരു ഷൂ നിനക്ക് ആവശ്യമാണ്, കുറച്ചധികം വസ്ത്രങ്ങൾ ആവശ്യമാണ്, പിന്നെ ദിശ നോക്കാനായിട്ട് നിനക്കൊരു കോമ്പസും വേണം, പിന്നെ നിന്റെ ജീവൻ നിലനിർത്താൻ കുറച്ച് ഭക്ഷണം വേണം, അതുപോലെ തന്നെ നല്ല തണുപ്പാണ്, തീ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗവും നിനക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ, വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെങ്കിലേ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഡോക്ടർ ഇവനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ജനറൽ കെമനോ വരികയാണ്. ആ മതി ചികിത്സയൊക്കെ അവന് വിട്ടേക്കെന്ന് പറയാണ്. അങ്ങനെ കെമനോ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ്, ഇന്ന് രാത്രി തന്നെ നീ എന്റെ മുറിയിലേക്ക് വരണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിനക്ക് തരാന്ന് പറയണം. അങ്ങനെ രാത്രിയിൽ ആരും കാണാതെ ക്ലെമൻ ഇപ്പോൾ ഡോക്ടറുടെ മുറിയിലേക്ക് വരികയാണ്. അവനൊരു മാപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതിലൂടെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഡോക്ടർ എടുത്തു വെച്ച അദ്ദേഹത്തിന്റെ വസ്ത്രം, അതുപോലെ തന്നെ ഒരു കോമ്പസ്, ഇതെല്ലാം കൊടുക്കുകയാണ്. അതിന്റെ കൂടെ ഒരു ഗണ്ണും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണം വേറെ എവിടെയോ ഈ ഒരു ഡോക്ടർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പോകുന്ന വഴിയിൽ അതും കൂടെ എടുത്തു എന്ന് പറയാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ക്ലെമന് വേണ്ടി ഇത്രയും ഹെൽപ്പ് എല്ലാം ഈ ഒരു ഡോക്ടർ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഈ ഡോക്ടർക്ക് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം കുറച്ചധികം ദിവസങ്ങൾ കൊണ്ട് എടുത്തു വെച്ചതായിരുന്നു ഇതെല്ലാം. എന്നാൽ ഒരു 2 മാസം മുന്നേ ഇദ്ദേഹത്തിന് ഒരു ബ്ലഡ് റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിലൂടെ ഇയാൾക്കൊരു കാര്യം മനസ്സിലായി, ഡോക്ടറിന് ക്യാൻസർ ആണ്. അധികം വൈകാതെ ഡോക്ടർ മരണപ്പെട്ടു പോകും. അപ്പൊ മരിക്കാൻ നിൽക്കുന്ന ഞാൻ എന്തിനാ രക്ഷപ്പെടുന്നത്, മറ്റൊരാൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഡോക്ടറിന്റെ ആ ഒരു നല്ല മനസ്സുണ്ടല്ലോ, അതുകൊണ്ടാണ് ക്ലെമനെ രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ സഹായിക്കുന്നത്. മാത്രമല്ല ഒരു തകരത്തിന്റെ ഒരു കുപ്പി കൊടുക്കുന്നുണ്ട്. ആ കുപ്പിയുടെ അടിഭാഗത്തായിട്ട് ഒരു അഡ്രസ്സും കുത്തി വെച്ചിട്ടുണ്ട്. നീ രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് ഒന്ന് പോകണം. അവൾ എന്റെ ഭാര്യ ഉണ്ടാവും, അവളോട് കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ മരണപ്പെട്ടു എന്ന് നീ പറയണം. മാസം മറന്നു പോകരുത്, ജനുവരിയിൽ തന്നെ. കാരണം ആ മാസത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പൂക്കൾ കിട്ടും. വേറെയുള്ള മാസങ്ങളിലാണെങ്കിൽ അവൾക്ക് പൂക്കളൊന്നും കിട്ടില്ല. സോ ആ പൂക്കൾക്ക് വേണ്ടി അവൾ ഒരുപാട് അലയേണ്ടി വരും, അവൾ ഒരുപാട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മാസത്തിൽ തന്നെ ഞാൻ മരിച്ചു എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം പറയുന്ന സമയത്ത് ഈ ഡോക്ടറിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. എന്തായാലും നീ പോയിട്ട് രക്ഷപ്പെട്ടു വാന്ന് പറയാണ്. ഇതിനുശേഷം ക്ലെമൻ പോവാൻ നിൽക്കുമ്പോൾ ഡോക്ടർ മറ്റൊരു കാര്യം പറയണം. നോർമലി ആരെങ്കിലും രക്ഷപ്പെട്ടു പോവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള തെക്ക് ഭാഗത്തേക്കാണ് ആൾക്കാർ പോവാറുള്ളത്. പക്ഷെ നീ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, നീ വടക്ക് ഭാഗത്തേക്ക് പോകണം. അവിടെയാണ് കുറച്ചധികം ടഫ് ആയിട്ടുള്ള വഴികളും കാര്യങ്ങളും ഉള്ളത്, തണുപ്പും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പട്ടാളക്കാർ വടക്ക് ഭാഗത്തേക്ക് നിന്നെ തെരഞ്ഞു വരില്ല. അവര് വിചാരിക്കും നീ പോയത് തെക്ക് ഭാഗത്തേക്കാണ്, അപ്പൊ ആ ദിശയിൽ പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ ഡോക്ടറോട് യാത്ര പറഞ്ഞ് നമ്മുടെ ക്ലെമൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ വലിയ കാവലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. മാത്രമല്ല ഡോക്ടർ ഒരു ഭാഗത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ടില്ലേ, ആ ഭക്ഷണം എടുത്തുകൊണ്ട് അവൻ നേരെ വടക്കോട്ട് പോവാണ്. അതായത് ഈ ജയിലിൽ നിന്ന് വളരെ നിസ്സാരമായിട്ട് രക്ഷപ്പെടാം. എന്നാൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സർവൈവ് ചെയ്യാൻ പറ്റൂ, അതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ജയിൽ പുള്ളികളുടെ തല നമ്പർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഒരാൾ കുറവുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല രക്ഷപ്പെട്ടത് ക്ലെമൻ ആണെന്നും ഇവർക്ക് മനസ്സിലായി. അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ സഹായിച്ചിട്ടുണ്ടാവുക ഡോക്ടർ സ്റ്റഫർ ആയിരിക്കും. ഭയങ്കര ദേഷ്യത്തിൽ ജനറൽ കമനോവ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അയാളുടെ അടുത്തേക്ക് ഈ പട്ടാളക്കാർ വരും, ടോർച്ചർ ചെയ്യും, നന്നായിട്ട് ഉപദ്രവിക്കുന്നത് ഡോക്ടർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ സ്വയം അദ്ദേഹത്തിന്റെ ആ ഒരു ജീവൻ ഇല്ലാതാക്കിയത്. ഇതേ നേരം തന്നെ ക്ലെമനെ കാണിക്കുകയാണെങ്കിൽ അവന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു കോമ്പസ് ഉണ്ടല്ലോ, അതിൽ ആ ഒരു ദിശയെ നോക്കി വടക്ക് ഭാഗത്തേക്ക് അവൻ എങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കുറെ അധികം നായ്ക്കൾ കുരക്കുന്ന ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ എന്താ റഷ്യൻ പട്ടാളക്കാര് അവനെ കണ്ട് അവന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. പരമാവധി വേഗത്തിൽ സാധനമൊക്കെ താഴെയിട്ട് അവൻ ഓടുകയാണ്. എന്നാൽ ആ നായ്ക്കള് അവന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഭയം കാരണം ഓടുന്നതിനിടയിൽ അവൻ വീണുപോവാണ്. നായ്ക്കൾ അവന്റെ മുകളിലേക്ക് ചാടി വീഴാണ്. പെട്ടെന്ന് നായ്ക്കളെയും ഒന്നിനെയും കാണാനില്ല. കാരണം ഭയം കൊണ്ട് അവന്റെ ഉള്ളിൽ തോന്നിയ വെറും ഒരു ഇലൂഷൻ മാത്രമായിരുന്നു അത്. പിന്നീട് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് അവന്റെ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വീണ്ടും നടക്കാൻ
ആരംഭിക്കുകയാണ്. ഇതേ നേരം തന്നെ ക്ലെമൻ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അവന്റെ ബാച്ചിലെ ആൾക്കാരെ എല്ലാവരെയും പട്ടിണി കിടുകയാണ്. എന്നാൽ കെമനോവിന് നോക്കിയിട്ട് ആ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരാതെ ഞങ്ങൾ പണിയെടുക്കില്ലാന്ന്. ഓഹോ, അങ്ങനെയാണോ, നിങ്ങൾ പണിയെടുക്കില്ല അല്ലേ? എല്ലാവരും ഭയപ്പെടുത്താനായിട്ട് ഇങ്ങനെ പറഞ്ഞ ആളെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നുകളയാണ്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്ലെമനെ തേടിപ്പോയ പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ക്ലെമനെ തേടിപ്പോയത് തെക്ക് ഭാഗത്തേക്കാണ്. എന്നാൽ ക്ലെമൻ പോയത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വടക്ക് ഭാഗത്തേക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ക്ലെമനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതേ സമയത്ത് തന്നെ ജനറൽ കെമനോവിനെ ഇയാളുടെ സീനിയർ ഓഫീസർ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കെമനോവിനോട് ഇപ്പൊ സീനിയർ ഓഫീസർ പറയാണ്, നിന്നെ വിശ്വസിച്ച് ഞാനൊരു ജോലി ഏൽപ്പിച്ചു, അത് നന്നായിട്ട് ചെയ്യേണ്ടത് നിന്റെ ചുമതലയാണ്. നിന്റെ പെർഫോമൻസ് വളരെ മോശമാണ്. അവിടെയുള്ള ജയിൽ പുള്ളികളെ നീ തന്നെ വെടിവെച്ച് കൊല്ലുക, ഒരുത്തൻ രക്ഷപ്പെട്ടു പോവാ. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇനിയിപ്പോ മരിച്ച ആളുടെ അത് വലിയ പ്രശ്നമൊന്നുമില്ല, വല്ല അസുഖവും വന്നു തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്താം. പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് എനിക്കും തലവേദനയാണ്. അതുകൊണ്ട് ആ രക്ഷപ്പെട്ടു പോയാൻ ചത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നീ ഉണ്ടാക്കുക. അല്ലാതെ രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അപമാനമായിരിക്കും. ഇതേ സമയത്ത് തന്നെ കെമനോവ് പറയാണ്, ഇല്ല സാറേ, ഞാൻ എങ്ങനെയെങ്കിലും അവനെ പൊക്കിയിരിക്കും. അതായത് ക്ലെമനെ പിടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയിലാണ് ഇപ്പൊ കെമനോവ്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ക്ലെമനെയാണ്. ആ മഞ്ഞ മരുഭൂമിയിലൂടെ വലിയ ഉറപ്പൊന്നുമില്ലാത്ത രീതിയിൽ ഒരു നടത്തവൻ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് കാൽപ്പാടുകൾ അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടപ്പോൾ അവനാകെ ഭയന്നു പോവാണ്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ, അവനെ ഫോളോ ചെയ്തുകൊണ്ട് ഇനി ആരെങ്കിലും വരുന്നുണ്ടാവുമോ? ആ ഒരു പേടിയിൽ അവൻ നിൽക്കുമ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ആ കാൽപ്പാടിലേക്ക് അവന്റെ ഷൂ പതിയെ അവൻ വെച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഇത് അവന്റെ കാൽപ്പാട് തന്നെയാണ്. ഇവിടെ വെച്ചാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യം ക്ലെമൻ അറിയുന്നത്. അതായത് വഴി തെറ്റിയിട്ട് ഈ വന്ന ഭാഗത്തേക്ക് തന്നെ അവനിങ്ങനെ വട്ടം ചുറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവന് വല്ലാത്ത നിരാശാവാണ്. കുറേ സമയം അങ്ങനെ വേസ്റ്റ് ആയി. മാത്രമല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് തീർന്നിട്ടുണ്ട്. എല്ലാം കൂടി ആയിട്ട് ക്ഷീണിച്ച് അവൻ ആ ഒരു മഞ്ഞിൽ വീഴുകയാണ്. അപ്പൊ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാണ്. മാത്രമല്ല അവിടെ തന്നെ ഒരു നീർനായി. അതിനിപ്പോ കൊന്നു തിന്നല്ലാതെ വേറൊരു വഴിയില്ല. കയ്യിലൊരു ഗണ്ണുണ്ടല്ലോ ഡോക്ടർ കൊടുത്തത്, അത് വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഉന്നം തെറ്റിപ്പോവാണ്. എന്നാൽ ആ ശബ്ദം കേട്ട് നീർനായി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ചാടാൻ പോകുമ്പോൾ അതിന്റെ പിന്നാലെ ചെന്ന് ക്ലെമൻ അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഐസ് കട്ടയുടെ ഇടയിലേക്ക് കാല് പോയിട്ട് അവന്റെ കാല് അതിൽ കുടുങ്ങിപ്പോവാണ്. നല്ല തണുപ്പ്, കാല് മരവിക്കുന്നത് പോലെ തോന്നുകയാണ്. എങ്ങനെയൊക്കെയോ പിന്നീട് അതൊന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന ആ ഒരു നീർനായെ വെടിവെച്ച് കൊന്നുകളയാണ്. പിന്നീട് അതിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അതിനെ അറുത്ത് അതിന്റെ ഇറച്ചിയെല്ലാം അവൻ കഴിക്കുകയാണ്. പിന്നീട് അതിന്റെ തൊലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവന്റെ കാലിൽ വല്ലാതെ തണുപ്പുകൊണ്ട് മരവിച്ചോ ഇല്ലേ, അതെല്ലാം ആ ഒരു തൊലി വെച്ച് പൊതിഞ്ഞ് കുറച്ച് ഇറച്ചിയെല്ലാം ബാഗിൽ പാക്ക് ചെയ്തിട്ട് വീണ്ടും നടക്കാൻ ആരംഭിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ മൈൻഡിനെ വല്ലാതെ ഇല്ലാതാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ചുറ്റും വെള്ള നിറമല്ലാതെ വേറൊന്നുമില്ല. ഡിപ്രഷൻ വരാൻ ഇതിനേക്കാൾ വലുതായിട്ട് വേറൊന്നും വേണ്ട. അതായത് ഏകാന്തമായിട്ട് തനിക്ക് ചുറ്റും ആരുമില്ല, തനിക്ക് ചുറ്റും ഒന്നുമില്ല. ഒരു പുഴുവിനെങ്കിലും കാണാൻ പറ്റിയാൽ ഒരു ആശ്വാസം കിട്ടിയേനെ. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഈ സിറ്റുവേഷനിൽ ആ മഞ്ഞിലൂടെ അവൻ നടക്കുമ്പോൾ ഉണങ്ങി ചുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ചെള്ളിക്കമ്പ് കാണുകയാണ്. ഒരു ചെറിയ ചെടിയായിരുന്നു അത്. അവൻ ഓടി ചെന്നിട്ട് ആ ചെടി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ അത് എത്രത്തോളായിരിക്കുമെന്ന് അടുത്ത സീനിൽ ഈ ജനറൽ കെമനോവിനെ കാണിക്കുകയാണ്. അതായത് ഇതുപോലെ ഒരു ജയിൽ പുള്ളി രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരെയും, അതായത് ഒരു 500 കിലോമീറ്റർ റേഡിയസിൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു മെസ്സേജും എവിടുന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന്റെ കൂടെ ഒരു 250 കൂടെ ആഡ് ചെയ്യാൻ പറയാണ്. ടോട്ടൽ 750 കിലോമീറ്റർ ചുറ്റളവ് പൂർണ്ണമായിട്ടും അവനെ പരിശോധിക്കാൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്ലെമനെ കാണിക്കുകയാണ്. വെറും മഞ്ഞ് മാത്രമുള്ള ആ ഒരു മരുഭൂമിയിൽ നിന്നും മാറി സൈബീരിയൻ കാടുകളിലേക്ക് അവനിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ അവിടെ വിശ്രമിക്കുമ്പോൾ അവന്റെ അരികിലേക്ക് വേറെ 2 ആൾക്കാർ വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലെമൻ പേടിച്ചു പോകുന്നുണ്ട്. ഈ 2 ആൾക്കാർ വന്ന പാടിന് പറയുന്നത്, നീ ആ രക്ഷപ്പെട്ടു പോയ ജയിൽ പുള്ളിയല്ലേ? ആ, ഞങ്ങൾക്ക് മനസ്സിലായി, പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ പിടിക്കാനോ ഒറ്റുകൊടുക്കാനോ വന്നൊന്നുമല്ല, ഞങ്ങളും ഇതുപോലെ രക്ഷപ്പെട്ടു പോവാണ്. എന്തായാലും ഒറ്റയ്ക്ക് ഈ ഒരു കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാന്ന് പറയാണ്. ആ വന്നിരിക്കുന്നതിൽ കുറച്ച് തടിച്ച ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് പൗല്. അതുപോലെ തന്നെ കുറച്ച് മെലിഞ്ഞ ആള്, മുടി നീണ്ട ഒരാളുണ്ട്, അയാളുടെ പേര് ആന്റോണി എന്നാണ്. അപ്പൊ ഇവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ക്ലെമൻ പറയാണ്, ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്ക് പേടിയാണ് നിങ്ങളുടെ കൂടെയൊക്കെ വരാൻ. ആയിക്കോട്ടെ, നീ ഒറ്റയ്ക്ക് പോയിക്കോ, പക്ഷെ ഒരു കാര്യം സൂക്ഷിച്ചോ, നല്ല കാറ്റ് വരാനിരിക്കുന്നുണ്ട്, അതിൽ സർവൈവ് ചെയ്യുക പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്തായാലും നോക്കി നിന്നോന്ന് പറഞ്ഞിട്ട് ഈ 2 ആൾക്കാർ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം നമ്മുടെ ക്ലെമൻ വീണ്ടും നടക്കാൻ ആരംഭിക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ശക്തിയായിട്ടുള്ള കാറ്റ് വീശാൻ തുടങ്ങി. ചെറിയ ചെറിയ മരങ്ങളൊക്കെ അറ്റ് വീഴാണ്. അതുപോലെ തന്നെ കമ്പുകളും പൊട്ടി താഴേക്ക് വീഴുന്നുണ്ട്. അതിലൊരു മരം വന്നിട്ട് ക്ലെമന്റെ തലക്കടിക്കുകയാണ്. അവിടെ തന്നെ അവന്റെ ബോധം പോയിട്ട് അവൻ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അവൻ അവിടെ കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ പൗല് ആന്റോണിയോ കാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ആ ചെറുക്കന് ക്ലെമൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഇതറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും ചുമ്മാ ഒന്ന് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു മരത്തിനടിയിൽ പെട്ടെടുക്കുന്ന ക്ലെമനെ കാണുകയാണ്. എന്തായാലും തക്ക സമയത്ത് അവർ അങ്ങോട്ടേക്ക് എത്തിയതുകൊണ്ട് ക്ലെമനെ രക്ഷപ്പെടുത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ ക്ലെമന് അവരോടൊരു വിശ്വാസം തോന്നുകയാണ്. ഇവരിപ്പോ പറയാണ്, ഞങ്ങൾ ഈ ഒരു ദിശയിലേക്കാണ് പോകുന്നത്, നിനക്ക് വേണമെങ്കിൽ കൂടെ വന്നു. എന്തായാലും ഇത്തവണ പവലും ആന്റോണിയും വിളിച്ചപ്പോൾ അവരുടെ കൂടെ ക്ലെമൻ പോവാണ്. കുറച്ച് ദിവസം അവരങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ വർഷം 1950 ആയിട്ടുണ്ട്. ഇവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു നദി കാണുകയാണ്. ഇനിയിപ്പോ ഈ ഒരു നദിയിലൂടെ പോകുന്നതായിരിക്കും കുറച്ചധികം എളുപ്പം. അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം കെട്ടിവെച്ച് ഇവരൊരു ചങ്ങാട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 3 പേരും അതിൽ കയറിയിട്ട് ഈ ആന്റോണിയോ അത് തുഴഞ്ഞങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കലാമ ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന്റെ
താഴ്വരയിൽ എത്തുകയാണ്. മാത്രമല്ല ക്ലെമൻ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും രക്ഷപ്പെട്ടു പൊക്കോണ്ടിരിക്കുകയാണല്ലോ, അധികം വൈകാതെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ പറ്റുമല്ലോ. എന്നാൽ ഇവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്ഥാനത്താക്കിയിട്ട് തൊട്ട് മുന്നിൽ തന്നെ ഇവരൊരു കാര്യം കാണാണ്. ഇത്രയും നേരം കുഴപ്പമില്ലാത്ത ഭാഗമായിരുന്നു ഈ നദിയുടെ, എന്നാൽ ഇനി അങ്ങോട്ടേക്ക് നിറയെ പാറകളുള്ള കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം മറ്റൊരു രീതിയിലാണ് ഇവിടുന്ന് ഒഴുകുക. പിന്നെ പാറകൾ അവിടെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചങ്ങാടം അത്ര സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ചങ്ങാടത്തിൽ നിന്നും പവല് താഴേക്ക് വീഴാണ്. പവല് വീണ സമയത്ത് നമ്മുടെ ക്ലെമന് ആന്റോണിയോട് പറയണം അവനെ രക്ഷപ്പെടുത്തണ്ടേ, എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആന്റോണി പറയണം നീ അവനെ വിട്ടേക്ക്, നമുക്ക് തൽക്കാലം രക്ഷപ്പെട്ടു പോവാന്ന്. എന്നാൽ ക്ലെമന് അതിന് മനസ്സ് വന്നില്ല. ആ വെള്ളത്തിലേക്ക് അവൻ എടുത്തു ചാടുകയാണ്. എങ്ങനെയൊക്കെയോ നീന്തി പോയിട്ട് ഈ പവലിനെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു പാറയുടെ അരികിലേക്ക് അടുപ്പിക്കുകയാണ്. എന്നാൽ ഇതേ നേരത്ത് ആന്റോണി ആ ഒരു ചങ്ങാട് നിർത്തി വെക്കാതെ അതുമായിട്ട് അവനങ്ങ് രക്ഷപ്പെട്ടു പോവാണ്. പിന്നീട് അവൻ വിചാരിച്ച ആ ഒരു മലയുടെ താഴ്വാരുണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് ആ ഒരു ചങ്ങാട് ഒതുക്കിയിട്ട് അവൻ അതിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുകയാണ്. അതായത് പവലിന്റെ സാധനങ്ങളും ക്ലെമന്റെ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഈ ആന്റോണിയോ ഈ ചതിയൻ ഒറ്റയ്ക്ക് അവിടുന്ന് പോവാണ്. കാരണം ഈ രണ്ടാൾക്കാരുടെ സാധനം കൂടെ കിട്ടിയാൽ രക്ഷപ്പെടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ. എന്തായാലും അവൻ രക്ഷപ്പെട്ട് ആ കാട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് അവിടെ പഴയ ഒരു മരത്തിന്റെ വീട് കാണാണ്. വേഗം അങ്ങോട്ടേക്ക് എല്ലാവരുടെയും ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ എന്തൊക്കെയുള്ളതെന്ന് പരിശോധിക്കുകയാണ്. നോക്കുമ്പോൾ ആ പവലിന്റെ ബാഗിൽ കുറച്ചധികം സ്വർണ്ണത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും സാധനം കിട്ടി, അതിന്റെ കൂടെ സ്വർണ്ണവും കിട്ടി. ഈ ആന്റോണിയോ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. ഇതേ നേരം തന്നെ കരയിലേക്ക് നീന്തി കയറിയ ക്ലെമനും പവലും എങ്ങനെയൊക്കെയോ നടന്ന് ഇപ്പൊ ഈ ഒരു വീട് കണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവര് വന്ന് നോക്കുമ്പോൾ ഇവരുടെ ബാഗും കാര്യങ്ങളൊക്കെ ഈ ആന്റോണിയോ തുറന്നു വെച്ചത് കാണുകയാണ്. ഓഹോ, അപ്പോ ഈ സാധനമൊക്കെ എടുക്കാനായിട്ട് മനഃപൂർവ്വം നമ്മളെ കൊല്ലാൻ നോക്കിയതാണല്ലേ. ദേഷ്യം വന്ന പവല് ഈ ആന്റോണിയെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലെമൻ വേണ്ട, പ്രശ്നം ഉണ്ടാക്കേണ്ട വന്നിട്ട് തടുക്കാൻ നിൽക്കുമ്പോൾ ഈ പവല് ഗണ്ണ് വെച്ച് അവന്റെ തലക്കടിക്കുകയാണ്. അതിൽ ക്ലെമന്റെ ബോധം പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോധം വന്ന് നോക്കുമ്പോൾ ഈ ആന്റോണിയെ പവല് ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടുണ്ട്. പിന്നീട് ക്ലെമൻ എഴുന്നേറ്റപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കുക, നമുക്ക് പോകാന്ന് പറയണം. അല്ല, ഇവന്റെ ബോഡി കുഴിച്ചിടണേന്ന് പറഞ്ഞപ്പോൾ പവല് പറയണം അത് അവിടെ കിടന്നോട്ടെ, ഇവിടുത്തെ പക്ഷികൾക്കും പുഴുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അവരത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പവലും ക്ലെമനും കൂടെ അവിടുന്ന് യാത്രയാവുകയാണ്. വീണ്ടും കുറച്ച് ദിവസങ്ങൾ അങ്ങനെ നടന്ന് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഈ പവല് കുറച്ച് പ്രായമായിട്ടുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം തടിയുണ്ട്. ഇയാൾ വല്ലാതെ ക്ഷീണിക്കുകയാണ്. അപ്പൊ അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് ക്ലെമൻ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ തൂക്കിക്കൊള്ളാം. എന്ന് ഈ പവല് ഒരു കാര്യത്തിൽ തെറ്റിദ്ധരിക്കുകയാണ്. ഇവന്റെ ബാഗിൽ സ്വർണ്ണം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. സോ ആ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെമൻ ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ ഇവനെ കൂടെ നിർത്തിയാൽ പണി കിട്ടുമെന്ന് കരുതിയിട്ട് ഈ പവല് നമ്മുടെ ക്ലെമനെ തള്ളി താഴിടുകയാണ്. ആ ഒരു ചെരുവിൽ ഒരു ഉരുണ്ട് പോയിട്ട് നമ്മുടെ ക്ലെമന്റെ ബോധം തന്നെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് ജർമ്മനിയിൽ ക്ലെമന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ മകളായിട്ടുള്ള ലൈസൻ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അവൾ അർദ്ധരാത്രിയിൽ അച്ഛനെ കുറിച്ച് ആലോചിച്ച് എന്തോ ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ഈ ശബ്ദം കേട്ട് അമ്മയായിട്ടുള്ള കാതറിൻ വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ ക്ലെമനെ തന്നെ കാണിക്കുക. ആ ചെരുവിലേക്ക് ഉരുണ്ട് വീണപ്പോൾ അവന്റെ ആ ഒരു ബോധം പോയല്ലോ. ഇപ്പൊ ചെറുതായിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ കുറച്ചധികം ചെന്നായിക്കൂട്ടങ്ങൾ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഭയം കാരണം ചെറിയൊരു മരത്തിൽ ക്ലെമൻ വലിഞ്ഞു കയറാൻ നോക്കുമ്പോൾ ഒരു ചെന്നായി വന്നിട്ട് അവന്റെ കാലിൽ പിടിച്ച് കടിച്ചു വലിക്കുകയാണ്. കൂട്ടത്തിൽ വേറെയും കുറെ ചെന്നായ്ക്കൾ. താഴെ വീണാൽ അവനെ കടിച്ച് ഇല്ലാണ്ടാകും. എന്നാൽ ഇവിടുന്ന് ഒരു വെടിശബ്ദം കേൾക്കുകയാണ്. അപ്പൊ തന്നെ എല്ലാ ചെന്നായ്ക്കളും ചെതറി ഓടുന്നുണ്ട്. പിന്നെ ബോധമില്ലാതെ നിലത്ത് വീണ ക്ലെമനെ കുറച്ചധികം വേട്ടക്കാർ വന്നിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വേട്ടക്കാരാണ് ക്ലെമനെ രക്ഷപ്പെടുത്തിയത്. സൈബീരിയൻ കാടുകളിൽ താമസിക്കുന്ന റഷ്യക്കാരായിട്ടുള്ള കുറച്ച് ട്രൈബ്സ് ആയിരുന്നു അവർ. അവരുടെ ഉപജീവന മാർഗം ഇതുപോലെ വേട്ടയാടൽ തന്നെയാണ്. എന്തായാലും ഇവർ അങ്ങോട്ടേക്ക് ക്ലെമനെ കൊണ്ടുപോകാണ്. അവരുടേതായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ക്ലെമനെ പഴയതുപോലെ തന്നെ ആരോഗ്യവാനാക്കാണ്. അവന് കൂട്ടായിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു, ഐറിന. നന്നായിട്ട് തന്നെ ഈ ഐറിന ക്ലെമനെ നോക്കുകയായിരുന്നു കേട്ടോ. ഇതേ നേരെല്ലാം ക്ലെമനെ തേടിക്കൊണ്ട് ഈ ജനറൽ കമനോ അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഇയാൾക്കൊരു വിവരം കിട്ടിയത്. ബോർഡറിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയ ഒരാളെ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം കൊടുത്തുകൊണ്ട് ഇയാൾ പാസ്പോർട്ട് മേടിക്കാനും നോക്കിയിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്തതെന്ന് അയാൾ പറഞ്ഞത് അയാളുടെ കൂടെ ഒരു ജർമ്മൻകാരൻ കൂടെ ഉണ്ടായിരുന്നു. സോ ഇയാളോട് നേരിട്ട് സംസാരിക്കാനായിട്ട് കമനോ ഇയാളെ പൂട്ടിയിട്ട് ആ ഒരു ജയിലിലേക്ക് വരുന്ന സമയത്ത് ആ മനുഷ്യൻ ഓൾറെഡി അവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പവലായിരുന്നു. ആളെ മനസ്സിലായില്ലേ? ക്ലെമന്റെ കൂടെ ഉണ്ടായിരുന്ന ആ തടിച്ച പ്രായമായിട്ടുള്ള ആള് തന്നെ. ആ മനുഷ്യന്റെ വിധി ഇതായിരുന്നു. മാത്രമല്ല ഇതുപോലെ ക്ലെമൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറയണം. ഒരു ജർമ്മൻകാരൻ ഇതുപോലെ ജയിലിൽ ചാടിയിട്ടുണ്ട്. അപ്പൊ അവൻ എവിടെ കണ്ടാലും ഇവരെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വിവരം ആ ഗ്രാമത്തിലെ വേട്ടക്കാരിൽ ഒരാൾ കേൾക്കാണ്. വേഗം തന്നെ ഈ കാര്യം പോയിട്ട് ക്ലെമനോട് പറയുന്നുണ്ട്. അവൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഇതൊരു പ്രശ്നമാവും. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ക്ലെമൻ ഇവിടുന്ന് പോവാന്ന് അവരോട് പറയാണ്. ഇത് കേട്ട സമയത്ത് ഐറിനയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. മാത്രമല്ല ആ ഒരു വേട്ടക്കാര് നമ്മുടെ ക്ലെമന് ഇനി യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഭക്ഷണവും വസ്ത്രവും. കൂടെ തന്നെ ഈ നാടിന്റെ ബോർഡർ വരെ പോവാനായിട്ട് നമ്മുടെ ഐറിനെയും കൂടെ വിടുകയാണ്. ഈ ഡോഗെല്ലാം വലിച്ചുകൊണ്ടുവന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൽ ഇവര് നേരെ ആ ഒരു ബോർഡറിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഐറിന അവളുടെ ഒരു നായയും നമ്മുടെ ക്ലെമന് കൊടുക്കുകയാണ്. കൂടെയുള്ള യാത്രയിൽ ഈ നായ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ ക്ലെമൻ ഐറിനെ വിട്ടു പോവുകയാണ്. ഒരു ഇച്ചിരി നേരെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളതെങ്കിലും എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്നു ഈ ഐറിനയ്ക്ക് ക്ലെമനോട്. അങ്ങനെ ക്ലെമൻ വീണ്ടും അവന്റെ ആ ഒരു നടത്തം ആരംഭിക്കുകയാണ്. ഇത്തവണ അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഒരു നായുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. വർഷം ഇപ്പോ 1951 സമ്മർ സീസണാണ്. നല്ല വെയിലുണ്ട്. ആ കാട്ടിലൂടെ ഇവരങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നായ മുന്നിലേക്ക് പോയിട്ട് ഒരു ഭാഗം നോക്കി വല്ലാതെ കുരച്ചുകൊണ്ടിരിക്കുക. നോക്കുമ്പോ എന്താ അവിടെ മരം മുറിക്കാനായിട്ട് വന്ന ആളുകളില്ലേ, അതിന്റെ മുന്നിൽ പോയിട്ടാണ് ഈ ഒരു നായ അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേതോ വെറി പിടിച്ച
പിടിച്ച നായാണ് കരുതിയിട്ട് ഇയാൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ക്ലെമൻ തന്റെ നായെ വിളിക്കുകയാണ്. നായ അവന്റെ അടുത്തേക്ക് വന്നു. എന്ന ആള് പറയാണ് നിക്കവിടെ നീ ആരെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവനെ പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ്. ഇപ്പൊ അവിടുത്തെ ആ ഒരു ലോക്കൽ പോലീസ് ചോദിക്കുന്നുണ്ട് നീ ആരാണ്, എവിടുന്നാ വന്നത്? ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ പറയാനായിട്ട് നമ്മുടെ ക്ലെമന്റെ കയ്യിൽ ആ സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുത്തത് ആ വേട്ടക്കാരാണ്. ജർമ്മനിയിൽ നിന്നും കുടിയേറി വന്ന ഒരു കൂട്ടം ആൾക്കാരാണ്, പഴയ ആൾക്കാരാണ്. മാത്രമല്ല ഇവരുടെ സംസാര ശൈലി തന്നെ വേറെയാണ്. സോ ആ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ട്രൈബിൽപ്പെട്ട ആളാണ് ഞാൻ. മാത്രമല്ല റഷ്യൻ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ യുദ്ധത്തിനും പോയിട്ടുണ്ട്. അല്ലറ ചില്ലറ മെക്കാനിക്കൽ വർക്കൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട്. ഇപ്പൊ യുദ്ധം കഴിഞ്ഞുകൊണ്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പോലീസ് പറയാണ് എന്നാ പിന്നെ ഇവിടെ ഒരു പണിയുണ്ട്. ചരക്കുമായിട്ട് ഇവിടുന്ന് പോകുന്ന ട്രെയിനിൽ ആളില്ലാതെ നിൽക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു ചുമതല നീ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രെയിനിൽ ക്ലെമന് ഡ്യൂട്ടി കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഈ ട്രെയിനിൽ ലഗേജുമായിട്ട് പോകുന്നത് ജർമ്മനിയുടെ ആ ഒരു ഭാഗത്തേക്കാണ്. തന്റെ നായം കൂട്ടിയിട്ട് അതിന്റെ ഒരു ബോഗിയിൽ കയറിയിട്ട് ക്ലെമൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ട്രെയിൻ നിർത്തിയ അടുത്ത സ്റ്റേഷനിൽ ജനറൽ കെമനോവും ഇയാളുടെ ആൾക്കാരും ആ ഒരു ട്രെയിൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ക്ലെമൻ അവന്റെ നായുമായിട്ട് പതിയെ ട്രെയിനിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ ക്ലെമനെ കാണുകയാണ്. ഇവരെല്ലാവരും കൂടെ ക്ലെമനെ പിടിക്കാൻ അവന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജനറൽ കെമനോവ് അങ്ങനെ നിൽക്കുകയാണ്. ഇനി നീ എങ്ങോട്ടേക്ക് ഓടും എന്നെനിക്കൊന്ന് കാണണല്ലോ. ആ ഭാവത്തിൽ ഇയാൾ നിൽക്കുമ്പോൾ ക്ലെമന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നായ ഉണ്ടല്ലോ അത് അതിന്റെ ആ ഒരു നന്ദി കാണിക്കുകയാണ്. ഒരൊറ്റ ചാട്ടാണ് കെമനോവിന്റെ മേത്തേക്ക് കടിച്ച് കീറാൻ തുടങ്ങുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ക്ലെമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മാത്രമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ മുകളിലേക്ക് അവൻ എടുത്തു ചാടുകയാണ്. ഇതേ സമയത്ത് ആ ഒരു പാവം നായയാണെങ്കിൽ ഈ കെമനോ ഇയാളുടെ ആൾക്കാരും കൂടെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. എന്തായാലും പാവം ആ ഒരു നായ അതിന്റെ ജീവൻ കൊടുത്ത് നമ്മുടെ ക്ലെമനെ രക്ഷപ്പെടുത്തി. ക്ലെമനും അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ പുറത്ത് കയറിയിട്ട് ഏതോ ഒരു ഗ്രാമത്തിൽ വന്നിറങ്ങി അവിടുന്ന് വേറൊരു വണ്ടി പിടിച്ചുകൊണ്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. രാത്രിയായപ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരിച്ചിരി ഭക്ഷണം എല്ലാം മോഷ്ടിച്ച് കഴിച്ച് വിശപ്പ് മാറ്റിയിട്ടാണ് അവൻ വീണ്ടും പോകുന്നത്. ഇപ്പൊ അങ്ങനെ നടന്ന് ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു വലിയ ഗോതമ്പ് പാടത്തിന്റെ അരികിലെത്തുകയാണ്. അതിലൂടെ ക്ഷീണിതനായിട്ട് അവനങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കുതിരപ്പോരാളി അവനെ പിടിക്കാൻ വരുന്നതായിട്ട് അവന് തോന്നുകയാണ്. ഭയം കാരണം കുറേ ദൂരം അവൻ ഓടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് അവന്റെ തോന്നലായിരുന്നു. വീണ്ടും നടത്തം ആരംഭിക്കുകയാണ്. അങ്ങനെ പോയി വീണ്ടും തണുപ്പുള്ള ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ആരും താമസിക്കാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മരത്തിന്റെ വീട് കാണുകയാണ്. അവൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ ജർമ്മനിയിൽ നോക്കുകയാണെങ്കിൽ ക്ലെമന്റെ മകളുണ്ടല്ലോ ലൈസിന്, അവൾ ഇപ്പോഴും അച്ഛനെ മറന്നിട്ടില്ല കേട്ടോ. പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 6 വർഷം കഴിഞ്ഞു. അച്ഛൻ ഇപ്പോഴും ജീവനോടുണ്ട്, തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് അവൾ ഇപ്പോഴും നിൽക്കുന്നത്. ക്ലാസ്സിലൊക്കെ പോയാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ പെട്ടെന്ന് കരഞ്ഞു കളയും. ടീച്ചർമാരെല്ലാം അവളെ സമാധാനിപ്പിക്കാറുണ്ട്. എന്തായാലും അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ക്ലെമനെ കാണിക്കുകയാണ്. അതിലൂടെ പോകുന്ന ഒരു വണ്ടിയിൽ ആ ഡ്രൈവർ കാണാതെ തന്നെ ഇവൻ കയറിയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടയർ പഞ്ചറായിട്ട് ടയർ മാറ്റാനായിട്ട് ഇയാൾ ബേക്കിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ക്ലെമനെ കാണാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ ഒന്ന് പേടിച്ചുപോയി. ക്ലെമനെ കൊല്ലാൻ നോക്കുകയാണ്. ക്ലെമനും വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, തിരിച്ച് ഫൈറ്റ് ചെയ്യാണ്. എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് കൂടുതലായിട്ട് പറയണ്ടല്ലോ. എന്തായാലും ക്ലെമൻ രക്ഷപ്പെട്ടു. വീണ്ടും മാസങ്ങൾ കടന്നു പോവാണ്. ഇപ്പൊ 1952 ഓഗസ്റ്റ് മാസം. നമ്മുടെ ക്ലെമൻ ഇപ്പോഴുള്ളത് ഓസ്ട്രേലിയയിലെ ഏതോ ഒരു കുഗ്രാമത്തിലാണ്. അവിടുത്തെ ആ ഒരു പട്ടണത്തിലൂടെ അവൻ നടക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു വിശപ്പും അവന്റെ ആ ഒരു കോലെല്ലാം കണ്ട് ഒരു സ്ത്രീ ഒരു ഇച്ചിരി ബ്രെഡ് അവന് കൊടുക്കുകയാണ്. ഒരു പള്ളിയുടെ അരികിൽ പോയിരുന്ന് ഭയങ്കര ആർത്തിയോട് കൂടിയിട്ട് അവൻ ആ ഒരു ബ്രെഡ് കഴിക്കുകയാണ്. ഇതിനുശേഷം ആ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഒരു ജൂതനെ അവൻ കാണുന്നുണ്ട്, ഈഗോർ. അദ്ദേഹത്തിനോട് ക്ലെമൻ അവന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഈഗോർ അവന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകണം, സഹായിക്കാന്ന് പറയാണ്. ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പാപ്പൻ കാണുന്നുണ്ട്. ഇയാൾ വേഗം സ്റ്റേഷനിലേക്ക് ഓടുകയാണ് ഇത് പറയാനായിട്ട്. ഇപ്പൊ ഈഗോർ ഇയാളുടെ വീട്ടിലേക്ക് ക്ലെമനെ കൊണ്ടുപോയി. എന്നിട്ട് ഈഗോർ പറയാണ് ഈ ഈഗോർ ഒരു ജൂതനാണ് കേട്ടോ. ഇയാളുടെ 2 സഹോദരന്മാര് ജർമ്മനിയിലായിരുന്നു. ഈ 2 സഹോദരന്മാരെയും അടിച്ചു കൊന്നു കളഞ്ഞതാ ജർമ്മനിക്കാര്, അതായത് നമ്മുടെ ക്ലെമന്റെ നാട്ടുകാർ തന്നെ. പക്ഷേ എല്ലാ ജർമ്മനിക്കാരും ദുഷ്ടരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പാസ്പോർട്ടും കാര്യങ്ങളും ആവശ്യമാണ്, അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് പറയണം. ഇതേ സമയം തന്നെ ഈ ഓസ്ട്രേലിയയിലേക്ക് ജനറൽ കെമനോ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ കണ്ട അപ്പാപ്പൻ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ക്ലെമൻ എവിടെയാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇപ്പൊ ജൂതനായിട്ടുള്ള ഈഗോർ ആണെങ്കിൽ ക്ലെമൻ ഇവിടുന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവന്റെ ഇപ്പോഴത്തെ പുതിയ പേര് പീറ്റർ എന്നാണ്. പോകുന്ന വഴിയിൽ നല്ല സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ജൂതൻ അതായത് ഈഗോർ ക്ലെമനെ ഹെൽപ്പ് ചെയ്ത് അവൻ അവസാനം ഇവിടുന്ന് പറഞ്ഞേക്കാണ്. എന്തായാലും ഒരു നല്ല മനുഷ്യൻ. ക്ലെമന്റെ ലൈഫിലേക്ക് യാദൃശികമായിട്ട് ഇങ്ങനെ പല ആൾക്കാരും വന്നതുകൊണ്ടാണ് ഇവിടം വരെ ജീവനോട് അവന് വരാൻ തന്നെ പറ്റിയത്. എന്തായാലും ഈ ഒരു ജൂതന് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഫേക്ക് പാസ്പോർട്ടുമായിട്ട് ഇപ്പൊ ക്ലെമൻ നേരെ ബോർഡറിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഈ ഈഗോറിന്റെ വീട്ടിലേക്ക് അവനെ തേടിക്കൊണ്ട് ജനറൽ കെമനോ വരികയാണ്. വന്ന വാർഡിന് ചോദിക്കുന്നത് നീ ഒരു ജർമ്മൻകാരനെ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിച്ചു എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മര്യാദക്ക് പറഞ്ഞു. അവൻ ഇപ്പൊ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ഇന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് അറ്റാക്ക് വരുന്നുണ്ട്. ആ ഒരു ഭയം കാരണം ആ അവസാന നിമിഷത്തിൽ ഇയാൾ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഞാൻ എന്തായാലും മരിക്കുന്നത്. ഇപ്പോ ഈ ഒരു ജനറൽ കെമനോവി നോക്കിയിട്ട് പറയാണ് നിനക്ക് പറ്റുമെങ്കിൽ അവനെ പോയിട്ട് പിടിക്കേടാന്ന്. അധികം വൈകില്ല ഈ ഒരു ജൂതൻ ഈഗോർ അവിടെ വെച്ച് തന്നെ അറ്റാക്ക് വന്ന് മരണപ്പെടുകയാണ്. സോ ഈ ഈഗോറിനെ ഉപദ്രവിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് ഈ ക്ലെമൻ പോയത് എന്ന് അവിടെ വെച്ച് നമ്മുടെ ജനറൽ കെമനോവിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതേ സമയത്ത് തന്നെ ക്ലെമനാണെങ്കിൽ ആ ഒരു ഫേക്ക് പാസ്പോർട്ടുമായിട്ട് ഒരു വണ്ടിയിൽ അങ്ങനെ പോവാണ് ബോർഡറിലേക്ക്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ വണ്ടി പോയില്ല, നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കുകയാണ്. മാത്രമല്ല ആ ബോർഡറിലേക്ക് വന്നു. ഇപ്പൊ ഈ ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നത് റഷ്യ അതുപോലെ തന്നെ ഇറാനാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് റഷ്യയുടെ ആ രാജ്യത്തിൽ നിന്നും
ബോർഡർ താണ്ടിക്കൊണ്ട് ഒരു പാലത്തിലൂടെ നമ്മുടെ ക്ലെമൻ അങ്ങനെ പോകുന്ന സമയത്ത് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച സമയത്ത് വിധിയുടെ വിളയാട്ടെന്ന് പറയാലോ അതേ ബ്രിഡ്ജിൽ തന്നെ ജനറൽ കാമനോ വന്ന് നിൽക്കുകയാണ്. ശരിക്കും ഇയാളെ നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ ക്ലെമൻ ഒന്ന് വിറച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബോർഡർ ആയതുകൊണ്ടും ഇറാന്റെ അതിർത്തിയുള്ള സ്ഥലം ആയതുകൊണ്ട് ജനറൽ കാമനോവിന് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇയാളുടെ അരികിലൂടെ ക്ലെമൻ അങ്ങനെ പോവാണ്. എന്നാൽ ഇറാനിലെ പട്ടാളക്കാർ വിചാരിക്കുകയാണ് ഇയാൾ റഷ്യയിൽ നിന്ന് വന്ന ഏതോ ചാരനാണെന്ന്. സംശയാസ്പദമായ രീതിയിൽ കണ്ടതുകൊണ്ട് തന്നെ ഇവരെന്താക്കി ഇറാന്റെ ജയിലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ക്ലെമനെ പൂട്ടിയിടുകയാണ്. അതായത് രക്ഷപ്പെട്ടു എന്ന് കരുതിയ സമയത്താണ് ഇതുപോലെ രണ്ടാമതും അവൻ ട്രാപ്പിലാവുന്നത്. ജനറൽ കാമനോവിന്റെ അടുത്ത് കുറച്ചുനേരം അവൻ അങ്ങനെ നിന്നല്ലോ. ഇതുകൊണ്ടാണ് ഇറാനിയൻസിന് ഇതുപോലെ സംശയം തോന്നിയത്. ഇപ്പൊ വർഷം 1952 ഡിസംബർ മാസം ഇറാനിലെ തെഹ്റാൻ ജയിലിലാണ് ഇപ്പൊ നമ്മുടെ ക്ലെമൻ ഉള്ളത്. എന്നാൽ അവിടെ ആയിരിക്കുന്ന ഓരോ സമയത്തും അവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരു റഷ്യക്കാരനല്ല, ഒരു ജർമ്മൻകാരനാണ്. ഇതുപോലെ യുദ്ധ തടവുകാരനായിട്ട് പോയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വരികയാണ്. അതായത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഇറാനും ജർമ്മനിക്കും തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ജർമ്മൻ പൗരനാണ് പറയുകയാണെങ്കിൽ ഇറാനിൽ വലിയ പ്രശ്നമില്ലാത്തൊരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ക്ലെമൻ സത്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഈ കാര്യം ആരും വിശ്വസിച്ചില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അധികാരികൾ ഈ ഒരു കാര്യം അറിയുന്നുണ്ട്. മാത്രമല്ല ജർമ്മനിയുടെ ഭാഗത്ത് നിന്നും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ക്ലെമന്റെ ഭാര്യയായിട്ടുള്ള ക്യാതറിനും മകളായിട്ടുള്ള ലൈസനും കൂടെ ഈ ക്ലെമന് വേണ്ടി തെരച്ചിൽ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിവരം കേൾക്കുകയാണ്. സോ രണ്ടും കൂടി ആയപ്പോൾ ഇറാനിലെ ചില ഓഫീസേഴ്സ് ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെമന്റെ കുടുംബത്തിൽ ഒരാളെ ഈ ജയിലിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അത് മറ്റാരുമല്ല ക്ലെമന്റെ അങ്കിളായിരുന്നു, അമ്മയുടെ സഹോദരൻ. ഇതിനുശേഷം ക്ലെമനെ ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ അങ്കിളിനോട് ഇത് തന്നെയാണോ നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടമായ നിങ്ങളുടെ ക്ലെമൻ എന്ന് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലെമനെ കൊണ്ടുവന്നു. എന്നാൽ വൃദ്ധനായിട്ടുള്ള ഈ ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപാട് വർഷം മുന്നേ ക്ലെമനെ കാണാതായത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒറ്റയടിക്ക് കണ്ട് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മുടെ ക്ലെമനാണെങ്കിലോ അവന്റെ അമ്മാവൻ ഇങ്ങനെ നേരിട്ട് കണ്ട സമയത്ത് ഒരുപാട് സന്തോഷാവുകയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഈ അങ്കിളിന് അവനെ മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഇറാനിയൻ പട്ടാളക്കാരും ഇത് വിശ്വസിക്കുന്നില്ല. ഈ അങ്കിൾ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് അത് വിശ്വാസമാവുള്ളൂ. എന്തായാലും അങ്കിൾ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തുന്നുണ്ട്. ഇത് അയാളുടെ ക്ലെമൻ തന്നെയാണോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആൽബം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ക്ലെമനോട് അവന്റെ അങ്കിള് പറയാണ്. ഇതേ സമയത്ത് ക്ലെമൻ അവന്റെ പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് തൊട്ടിട്ട് പറയാണ് ഈ ഫോട്ടോ ഞാൻ 1939 എന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു. അന്ന് ഞാൻ യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണിത്. എന്തായാലും അങ്കിൾ ആ ഒരു ഫോട്ടോ എടുത്ത് അതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ ക്ലെമൻ പറഞ്ഞ കാര്യം അത് അതുപോലെ ഫോട്ടോയുടെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇത് അവരുടെ ക്ലെമൻ തന്നെയാണെന്ന് ഈ അങ്കിളിന് മനസ്സിലായി. എത്രയോ നാളായിട്ട് തേടിക്കൊണ്ടിരിക്കല്ലേ. സന്തോഷം കൊണ്ട് ഈ അങ്കിളും നമ്മുടെ ക്ലെമനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ക്ലെമൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വീടിന്റെ മുന്നിലെത്തി. എന്നാൽ ഒറ്റയടിക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് അവനൊരു പേടി പോലെ. ഇനി എങ്ങാനും ഭാര്യയായിട്ടുള്ള ക്യാതറിനും മകൾ ലൈസനും മനസ്സിലാവാതിരുന്നാലോ. അതുകൊണ്ട് തന്നെ ഒരു ഭയത്തില് ആ മനുഷ്യരൊന്ന് ആലോചിച്ച് നോക്കിയേ അയാളുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് എന്തായിരിക്കും. ഇതൊക്കെ റിയൽ ആയിട്ട് സംഭവിച്ച കാര്യം എന്നാ പറയുന്നത്. എന്തായാലും വീടിനുള്ളിലേക്ക് ക്ലെമൻ അങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ മകൾ ലൈസൻ അവളിപ്പോ വളർന്ന് വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ക്യാതറിൻ ഗർഭിണിയായിരുന്നല്ലോ, അവള് പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞാണ്. അവനും അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഇന്ന് ഡിസംബർ 25 എല്ലാവരും പള്ളിയിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഈ 3 പേരും അവിടുന്ന് പോവാണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ക്ലെമൻ നോക്കി നിൽക്കുകയേ ചെയ്യുന്നുള്ളൂ. കാരണം ഒറ്റയടിക്ക് അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് അവന്റെ ഉള്ളിൽ ഒരു പേടി പോലെ. ഇപ്പൊ ഭാര്യ മക്കളും എല്ലാവരും ചർച്ചിലേക്ക് പോയിട്ട് അവര് പ്രാർത്ഥനയിലാണ്. ഇപ്പോ ഇതേ സമയത്ത് ലൈസനാണെങ്കിലും ആ ഒരു മാതാവിനെ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാണ് എന്റെ അച്ഛനെ എനിക്ക് തിരികെ തരികയെന്ന്. അപ്പൊ അവളുടെ ഉള്ളിൽ ഒരു തോന്നല് ആരും ഒരാൾ പിറകിലുണ്ട് എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ഒരു ക്ഷീണിച്ചൊരു മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ചോരക്ക് ചോരയെ പെട്ടെന്ന് തിരിച്ചറിയെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ലൈസന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത് അവളുടെ അച്ഛനാണെന്ന്. ഒരു നിമിഷം പോലും ആലോചിച്ചില്ല, ഓടിച്ചെന്ന് അച്ഛനങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് അവള്. ഇതേ സമയത്ത് നമ്മുടെ ക്ലെമനും കരഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ക്യാതറിന് അവളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളുടെ ഭർത്താവ് ജീവനോടെ വന്നിരിക്കുകയാണ്. നിറ കണ്ണുകളുമായിട്ട് ഇപ്പൊ നമ്മുടെ ക്യാതറിനും പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്തായാലും കഥയുടെ അവസാനം നല്ലൊരു ഹാപ്പി എൻഡിങ് തന്നെ. ഇത് കാണിച്ച് സിനിമ തീരുകയാണ്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സാധാരണ ജയിലിൽ ചാടുന്ന മൂവികൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അത് ചാടിയതിനു ശേഷമുള്ള ലൈഫ് കാണിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.